ഹായ്, എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതാണ് ചവ്വരി ഉപ്പുമാവ് അല്ലെങ്കിൽ സാബുദാന ഖിച്ചടി. ഇവിടെ മഹാരാഷ്ട്രയിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് കഴിക്കുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ചവ്വരി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ആദ്യം വാഷ് ചെയ്തെടുക്കാം നന്നായിട്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്കിത് രാവിലെ തയ്യാറാക്കാനാണെങ്കിൽ ഓവർനൈറ്റ് വേണമെങ്കിലും സോക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ചവ്വരി നന്നായിട്ട് വാഷ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നിങ്ങൾ സോക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് വെളിയിൽ വെക്കാൻ പാടില്ല. എത്ര നേരമാണോ നിങ്ങളിത് സോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നേരം ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം. കാരണം നമ്മളിത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സ്റ്റിക്കായി പോവും. എന്നിട്ട് എൻ്റെ കൺസിസ്റ്റൻസി ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 3 hours ശേഷം എനിക്കിവിടെ ചവ്വരി നന്നായി സോക്കായി കിട്ടിയിട്ടുണ്ട്. നോക്കൂ, നല്ല മണിമണി പോലെ ഉണ്ടത്, ഒട്ടും സ്റ്റിക്കായിട്ടില്ല. അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഈ കൺസിസ്റ്റൻസി കിട്ടിയത്. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയിട്ടിരിക്കും, അതുകൊണ്ടാണ്. സോ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് പീനട്ട്സ് അല്ലെങ്കിൽ കപ്പലണ്ടി പൊടിച്ചതാണ്. നമുക്കിനി ഉപ്പുമാവ് തയ്യാറാക്കാനായി ഒരു കടായിലേക്ക് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ചവ്വരി ഉപ്പുമാവിനെ ഇവിടെ മഹാരാഷ്ട്രയിൽ സാബുദാന ഖിച്ചടി എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഫുഡാണ്. ഇവിടെ എല്ലാവരും വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് കഴിക്കുന്ന ഒരു സ്നാക്കാണിത്. പിന്നെ ഇത് ഹെൽത്തി മാത്രമല്ല, അത്രയും തന്നെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു സ്നാക്കാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. സോ നമ്മുടെ സവാള ഇവിടെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ചിലർ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാറില്ല. അപ്പം നമ്മുടെ ഉപ്പുമാവ് വൈറ്റ് കളറിലിരിക്കും. അത്രേ ഉള്ളൂ ആ ഡിഫറൻസ്, വേറൊരു ഡിഫറൻസും ഇല്ല. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യെല്ലോ കളറായിരിക്കും, പിന്നെ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചവ്വരി അല്ലെങ്കിൽ സാബുദാന ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരുന്ന കപ്പലണ്ടി പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കപ്പലണ്ടി നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചെടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ പീനട്ട് പൗഡർ തന്നെയാണ്. ഈ പീനട്ട് പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഇതിലേക്കൊരു പ്രത്യേക ക്രഞ്ചിനെസ്സും ഫ്ലേവറും കിട്ടുന്നതാണ്. സോ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചവ്വരി ഉപ്പുമാവ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. എത്ര സിമ്പിളല്ലേ, എത്ര കുറച്ച് സമയത്തിനകത്ത് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കാൻ മറക്കരുതേ. അങ്ങനെ നമ്മുടെ ചവ്വരി ഉപ്പുമാവ് അല്ലെങ്കിൽ സാബുദാന ഖിച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിത് നന്നായി സെർവ് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.